എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ സായാഹ്ന സന്ദേശത്തിലേക്ക് വീണ്ടും സ്വാഗതം. മാർഗരറ്റ് ക്ലാർക്സൺ ഇംഗ്ലണ്ടിലെ റോദർഹോമിൽ 1941 ജനിച്ചു. അവർ ചിത്രകലയിൽ വളരെയധികം പ്രാവീണ്യം നേടിയ ഒരു വനിതയായിരുന്നു. അതുപോലെ തന്നെ അവർ ഗൃഹാതുരത്വത്തെക്കുറിച്ച് കഥകളും അതുപോലെ ലേഖനങ്ങളും എഴുതുകയുണ്ടായി. ഒരു ലേഖനം ഒരിക്കലൊരു മാസികയിൽ പ്രിന്റ് ചെയ്ത് വന്നു. അതിൽ 2 പൂച്ചയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ കഥ ഇപ്രകാരമാണ്. അതായത്, ഒന്നാമത്തെ പൂച്ച ഒരു ശാന്തമായി ഒഴുകുന്ന നദിയുടെ കരയിൽ ഒരു പഴയ ഷെഡിലാണ് അതിന്റെ അമ്മ പൂച്ച അതിനെ പ്രസവിച്ചത്. ആരംഭം മുതൽ തന്നെ, അല്ലെങ്കിൽ ജന്മം മുതൽ തന്നെ ഇതിനെ താലോലിക്കുവാനോ ഇതിനെ സംരക്ഷിപ്പാനോ ഒന്നും ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. ഈ പൂച്ച തന്റെ ആഹാരമൊക്കെ സ്വയമായിരുന്നു അതായത് കണ്ടെത്തുകയും അത് കഴിക്കുകയും ചെയ്തിരുന്നത്. ചുരുക്കി പറഞ്ഞാൽ, നദിയിലെ വെള്ളം പതുക്കെ നക്കി കുടിക്കും. അതുപോലെ തന്നെ നദിയിലെ ചെറിയ ചെറിയ മീനുകളൊക്കെ വരുമ്പോൾ അതിനെ പിടിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചെറു ജീവികളെ പിടിച്ചു തരും. ഇങ്ങനെയായിരുന്നു ഈ ഒന്നാമത്തെ പൂച്ച തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അഥവാ അത് ആഹാരം കണ്ടെത്തിയിരുന്നതും ദാഹശമനം വരുത്തിയതൊക്കെ ഈ രീതിയിലായിരുന്നു. അതുകൊണ്ട് അതിന് മറ്റാരെയും ആശ്രയിക്കേണ്ടി വന്നില്ല. മാത്രമല്ല, ആരെയും വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് ആവശ്യവും വന്നില്ല. തന്റെ അമ്മപ്പൂച്ച വരുമെന്നോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൂടെ വരുമെന്നോ ഒന്നും കാത്തു നിന്നില്ല. വളരെ ത്യാഗം സഹിച്ചും കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും സ്വയം തന്റെ ആഹാരവും തന്റെ വെള്ളവും എല്ലാം താൻ തന്നെ കണ്ടുപിടിക്കാനിടയിൽ. അങ്ങനെ ഇത് ഓരോ ചെല്ലുന്തോറും പുഷ്ടി പ്രാപിച്ചു വരികയാണ്. ഈ പൂച്ച പുഷ്ടി പ്രാപിച്ചു. എന്നാൽ അതുപോലെ തന്നെ മറ്റൊരു പൂച്ച ഈ നദിയുടെ കരയിൽ തന്നെ ഒരു വീട്ടിലാണ് ജനിക്കുന്നത്. അതിന് തള്ളപ്പൂച്ചയുടെ എല്ലാവിധ സംരക്ഷണം കിട്ടി. അതുപോലെ തന്നെ ആ വീട്ടിലെ വീട്ടുടമസ്ഥയുടെ ലാളനയും സംരക്ഷണവും എല്ലാം ആ വീട്ടിലുള്ളതായ ആ സ്ത്രീ ആ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നു. ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ രണ്ടാമത്തെ പൂച്ച പലപ്പോഴും നദിക്കരയിലൂടെ നേരം പോക്കി മാത്രം നടക്കാറുണ്ടായിരുന്നു. ഒരിക്കലും അവിടെ നിന്ന് സ്വന്തമായി ആഹാരം കണ്ടെത്തുകയോ സ്വന്തമായി വെള്ളം കുടിക്കുകയോ ഇതൊന്നും ചെയ്തില്ല. ഒരു നേരം പോക്കിന് വേണ്ടി മാത്രം നദിക്കരയിലൂടെയൊക്കെ സഞ്ചരിക്കുക, ഇടയ്ക്കൊക്കെ നേരം പോക്കിന് വേണ്ടി പോകുമായിരുന്നു. എന്നാൽ ഇത് കഴിക്കുന്ന ആഹാരമൊക്കെ വീട്ടമ്മ കൊടുക്കുന്ന ആഹാരമാണ് അത് കഴിച്ചുകൊണ്ടിരുന്നത്. വീട്ടമ്മ കൊടുക്കുന്ന വെള്ളം മാത്രമേ അത് കുടിച്ചുകൊണ്ടിരുന്നത്. കാലങ്ങളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്നാൽ ചില സമയങ്ങളിലൊക്കെ ഈ വീട്ടമ്മ ഈ രണ്ടാമത്തെ പൂച്ചയ്ക്ക് വെള്ളം കൊടുക്കാനായിട്ട് മറന്നുപോകും, ആഹാരം കൊടുക്കാനായിട്ട് മറന്നുപോകും. കാരണം ആ വീട്ടമ്മയ്ക്ക് കുറച്ച് പ്രായമായി. അപ്പൊ അതിൻ്റെതായ ചില തടസ്സങ്ങളും പ്രയാസങ്ങളൊക്കെ ആ വീട്ടമ്മ അനുഭവിക്കുന്നതുകൊണ്ട് പൂച്ചയുടെ കാര്യം പലപ്പോഴും മറന്നുപോവുക പതിവായിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ, പൂച്ചയെ സംബന്ധിച്ച് അത് വന്ന് അതിന്റെ പാത്രത്തിൽ നോക്കുമ്പോൾ അതിനകത്ത് വെള്ളം കരുതിയിട്ടില്ല. അതുപോലെ മറ്റൊരു പാത്രം നോക്കുമ്പോൾ അതിനകത്ത് ആഹാരം കരുതിയിട്ടില്ല. പൂച്ചയ്ക്ക് അന്ന് കരിവേറും ഒരു ഭ്രാന്താണ്. പിന്നെ ഇത് ആ വീടിനകത്തോടൊക്കെ ഓടിച്ചാടി നടന്ന് എല്ലാം തട്ടിമറിച്ച് താഴെ ഇട്ട് കളയും. മാത്രമല്ല, വീടിന് ചുറ്റും ഇങ്ങനെ കരയെ നിലവിളിച്ചുകൊണ്ട് ചുറ്റി നടക്കുകയും ചെയ്യും. ഇതായിരുന്നു ഇതിന്റെ കോപം ശമിപ്പിക്കാനുള്ളതായ ഒരു മാർഗം. അതാണ് കണ്ടെത്തിയിരുന്നത്. അങ്ങനെ കാലം കടന്നുപോയി. എന്നാൽ ഈ നദിക്കരയിലെ പഴയ ഷെഡിനകത്ത് ജനിച്ച് വളർത്തപ്പെട്ടതായ പൂച്ച ഇന്ന് നല്ല ഒത്ത ആരോഗ്യമുള്ള ഒരു പൂച്ചയായി മാറിയപ്പോൾ ഈ രണ്ടാമത്തെ പൂച്ച ഭവനത്തിൽ ജനിച്ചു. ആ ഭവനത്തിലെ വീട്ടമ്മ കൊടുക്കുന്ന ആഹാരം കൊണ്ടൊക്കെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. സ്വന്തമായി അധ്വാനിച്ചൊന്നും ചെയ്തിട്ടില്ല. നദി ശാന്തമായി ഒഴുകുന്നുണ്ടെങ്കിൽ തന്നെ ആ നദിയിൽ നിന്ന് വെള്ളം കുടിക്കുവാനോ ആ നദിയിൽ നിന്ന് മീനൊക്കെ പിടിച്ച് തിന്നാനോ അല്ലെങ്കിൽ മറ്റേ ചെറിയ ജീവികളെ ആഹാരമാക്കാനൊന്നും ഈ പൂച്ച മെനക്കെട്ടില്ല എന്നുള്ളതാണ് കാര്യം. ഈ 2 പൂച്ച 2 വിധത്തിലാണ് വളർന്നു വരുന്നത്. എന്നാൽ ഈ വീട്ടിൽ വളർന്നതായ പൂച്ച ഇപ്പോൾ ക്ഷീണിച്ച് മെലിഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലായി ഒരു വലിയ പരുവത്തിലാണ് ഇപ്പൊ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇന്ന് ഏകദേശം ഒരു 90% സഭകളുടെയും സ്ഥിതി ഇപ്രകാരമാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ,
അതായത് നദിയുടെ തീരത്ത് വീട്ടിൽ ജനിച്ചതായ പൂച്ചയെ പോലെ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് നദിയിൽ നിന്ന് കുടിക്കുവാനോ അതിന് ആഹാരം കണ്ടെത്തുവാനോ ഒന്നും തുനിയാതെ ആരെങ്കിലും കൂടെ തരുന്നത് കൊണ്ടൊക്കെ ജീവിച്ച് അങ്ങനെ മുന്നോട്ട് പോയിക്കുന്നതുകൊണ്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അരാജകത്വവും അനാത്മികതയും അതുപോലെ തന്നെ ആത്മീയ മുരടിപ്പും ആത്മീയ വരൾച്ചയും ഇന്ന് ദൈവസഭകളിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഉത്തരവാദികൾ ശുശ്രൂഷന്മാരായിരിക്കുന്നവരടക്കം വിശ്വാസനായിരിക്കുന്നവരടക്കം നടത്തിപ്പുകാരെല്ലാം തന്നെ അതിലെ ഉത്തരവാദികളുമാണ്. എന്നാൽ ഒരിക്കലും ആ നദിക്കരയിലെ പഴയ ഷെഡിൽ ജനിച്ചതായ പൂച്ചയെ പോലെ ആ നദിയിൽ നിന്ന് കുടിക്കുവാനോ ആ നദിയിൽ നിന്ന് മത്സ്യം പിടിച്ച് കഴിക്കുവാനോ സ്വന്തമായിട്ടൊന്നും ചെയ്യാനായിട്ട് ആരും പ്രാപ്തരായിട്ടുമില്ല ഇന്ന് ഈ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ തിരുവചനം പറയുന്നത് ശ്രദ്ധിക്കുക. അവിടെ യോഹന്നാന്റെ സുവിശേഷം 4-14 വാക്യത്തിൽ യേശു ഇങ്ങനെ പറഞ്ഞു, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. യോഹന്നാൻ 4:14. യെശയ്യാപ്രവചനം 55 വാക്യത്തിലും നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ വെള്ളത്തിന് വരുവീൻ, വന്നു വാങ്ങി തിന്നുവീൻ. നിങ്ങൾ വന്ന ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവീൻ. ഇവിടെ യേശു പറഞ്ഞത് ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്ന ഒരു നാളും ദാഹിക്കുകയില്ല. യേശുവിൽ നിന്ന് വാങ്ങിക്കുവാനോ ആ ജീവജല നദിയിൽ നിന്ന് കുടിക്കുവാനോ ആരും താല്പര്യപ്പെടുന്നില്ല. അതുപോലെ തന്നെ ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ വെള്ളത്തിന് വരുവീൻ, വന്നു വാങ്ങി തിന്നുവീൻ. നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവീനെന്ന് തിരുവചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുമ്പോൾ ഇന്ന് എവിടെ പോയാലും ദ്രവ്യം ആവശ്യമാണ്, പണം ആവശ്യമാണ്. ഏത് പ്രാർത്ഥനാ മീറ്റിംഗ് പോയാലും ഏത് കൂട്ടായ്മയ്ക്ക് പോയാലും അവിടെയെല്ലാം ഒന്നാം സ്ഥാനം അലങ്കരിക്കുന്നത് സാമ്പത്തികമുള്ളവന് മാത്രമാണ്. എന്നാൽ അതല്ല വേണ്ടത്. ദൈവവുമായിട്ട് നല്ല ബന്ധത്തിലേക്ക് വരണം. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നറിയാമോ? അതായത് ഈ ആത്മീയ വരൾച്ച അനുഭവിക്കുന്നതുകൊണ്ട്, അനാത്മീയത പെരുകുന്നതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ബെഥസ്ദാ കുളക്കടവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബെഥസ്ദാ കുളക്കടവിൽ പലവിധത്തുള്ളതായ രോഗികള്, തളർവാദ രോഗികള്, പക്ഷവാതം പിടിച്ച വ്യക്തികള്, കുഷ്ഠരോഗികള്, അതിൽ പല വ്യാധിക്കാര് ഒക്കെ ഇങ്ങനെ കിടന്നിട്ട് ദീനരോധനം മുഴക്കുന്നത് പോലെയാണ് ഇന്ന് പല സഭകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാറാരോഗങ്ങൾ, മഹാവ്യാധികൾ, ഒരു വിധത്തിലും ചികിത്സയ്ക്കുള്ളതായ പണമില്ല, ഉപജീവനത്തിലുള്ള കാശില്ല, കഷ്ടതയും പ്രയാസവും അനുഭവിച്ചു പോകുന്ന അനുഭവത്തിൽ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശബ്ദം മുഴങ്ങിക്കേൾക്കുക, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്ന ഒരു നാളും ദാഹിക്കുകയില്ല. ദൈവത്തിൽ ആശ്രയിക്കാതെ മനുഷ്യരിലും വ്യാജന്മാരിൽ പോയി ആശ്രയിക്കുന്നു, വ്യാജ വൈദ്യന്മാരെ പോയി കാണുന്നു, വ്യാജ സിദ്ധന്മാരുടെ അടുക്കലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു. ഇന്നതാണ് ഇന്ന് വന്നതായ ഗതികേട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. വീണ്ടും നമ്മൾ തിരുവചനം വായിക്കും ഇങ്ങനെ കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ അവൻ അഥവാ യേശു നമ്മുടെ ബലഹീനതകളെ എടുത്തു, അവൻ വ്യാധികളെ ചുമന്നു. വീണ്ടും 1 പത്രോസിലെ 2:24 വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു, അവന്റെ അടിപ്പിടരാൽ അഥവാ യേശു അടിപ്പിടരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുവിരിക്കുന്നു. യേശു അടിപ്പിടരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുവിരിക്കുന്നു. ഈ വ്യാജന്മാരുടെ അടുത്തേക്ക് പോകാതെ, ഈ സിദ്ധന്മാരുടെ അടുക്കൽ പോകാതെ, മറ്റുള്ളവരോട് പോയിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറയാതെ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, പ്രിയ മാതാവേ, പ്രിയ പിതാവേ, പ്രിയ കുഞ്ഞെ, നിനക്ക് നേരിട്ട് യേശുവിനോട് പ്രാർത്ഥിക്കാൻ കഴിയും. നിനക്ക് നേരിട്ട് ദൈവത്തിൽ കടന്നു ചെല്ലുവാനായിട്ട് കഴിയും. നേരിട്ട് നിനക്ക് രോഗശാന്തി പ്രാപിക്കാൻ കഴിയും. നേരിട്ട് നിനക്ക് പാപക്ഷമ പ്രാപിക്കാൻ കഴിയും. നേരിട്ട് നിനക്ക് സമാധാനം പ്രാപിക്കാൻ കഴിയും. എന്നാൽ ഇന്ന് അതൊന്നുമില്ലാതെ വ്യാജന്മാരുടെ അടുക്കലേക്ക് ഓടിപ്പോകുന്ന പരിപാടി നിർത്തിയിട്ട് കർത്താവിൽ ആശ്രയിക്കാൻ പഠിക്കുക, അങ്ങനെ മുന്നോട്ട് പോവുക. എങ്കിലേ ശാന്തി സോദനം കിട്ടുകയുള്ളൂ. ഒന്നാമത്തെ പൂച്ച ചെയ്തതുപോലെ ആ നദിയിൽ നിന്ന് കുടിക്കുകയും നദിയുടെ കരയിൽ നിന്ന് ആഹാരം കണ്ടെത്തുകയും ഒക്കെ ചെയ്തതുപോലെ അത് പുഷ്ടി പ്രാപിച്ചു, ശക്തി പ്രാപിച്ചു. അതിനെ കുലുക്കിക്കളയാൻ ആർക്കും കഴിയുകയില്ല.
കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുക ഞാൻ ഈ സമയം നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. കർത്താവ് നമ്മുടെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കിടന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരെ കൂടി അത് പരിചയപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്. May God bless you all.